ഹലോ ഫ്രണ്ട്സ്, അകലെ ലേറ്റസ്റ്റ് റിവ്യൂ. രാജു അങ്ങനെ നല്ല മണവാളനായിട്ട് കുട്ടപ്പനായിട്ട് ഇങ്ങനെ ഒരുങ്ങി നിൽക്കുമ്പോൾ ആ ഷർട്ടിൻ്റെ ഒരു ബട്ടൺ കാണുന്നില്ല. അപ്പോൾ ഋതിക പറയുന്നുണ്ട് ഇതിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടില്ലെന്ന്. ക്ഷമിക്കണം ഒരു നിമിഷം എന്നും പറഞ്ഞ് നമ്മുടെ ഋതിക മുകളിലോട്ട് ഓടിച്ചെന്നിട്ട് സൂചിയും നൂലും എടുത്തുകൊണ്ട് വന്ന് നമ്മുടെ രാജുവിൻ്റെ കോട്ടിൻ്റെ ആ ബട്ടൺ ഇങ്ങനെ തയ്ക്കുവാണ്. രാജുവാണെങ്കിലോ ഇതിൽ പരം ഒരു സന്തോഷമില്ല. ഋതികയെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുക. അവസാനം തയ്ച്ചിങ്ങനെ കഴിയുമ്പോൾ ആരും കാണാതെ ഋതികയുടെ കയ്യിലൊരു മുത്തവും കൊടുക്കുന്നുണ്ട് രാജു. ഇതെല്ലാം നമ്മുടെ സ്വാമി കാണുന്നുണ്ട്, വേണുവേട്ടനും കാണുന്നുണ്ട്. വേണുവേട്ടന് സന്തോഷം കൊണ്ട് വയ്യ. രാധമ്മയ്ക്കും പ്രിയയ്ക്കും പിന്നെ ഐശ്വര്യയുടെ കാര്യം പറയാനുണ്ടോ? അവിടെ ജനലിൽ കൂടെ ഒളിച്ചു മാറി നിൽക്കുന്ന രോഷിണിയോ അവൾ രോഷം കൊള്ളുവാണോ എന്ത് കൊള്ളുവാണെന്നറിയില്ല. അവളിങ്ങനെ കണ്ണും മുളപ്പിച്ചിങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. ഐശ്വര്യാണെ പൊട്ടിക്കരയണോ പൊട്ടിത്തെറിക്കണോ എന്നറിയാതെ ഇങ്ങനെ നോക്കി നിൽക്കുക. രാധമ്മ ഐശ്വര്യയെ നോക്കുന്നു, ഐശ്വര്യ രാധമ്മയെ നോക്കുന്നു. രണ്ടുപേർക്കും ഒന്നും പറയാൻ പറ്റുന്നില്ല. രാധമ്മയ്ക്ക് വല്ലതും പറയാൻ പറ്റുമോ? പെട്ടെന്ന് ഋതിയങ്ങാണം ചാടിക്കയറി പറഞ്ഞാലോ ഇതെൻ്റെ ഹസ്ബൻഡാണെന്ന്. തീർന്നില്ലേ അപ്പം കച്ചവടം? ആ ഒരു ഭയത്തിൽ നിൽക്കുവാണ് രാധമ്മ. രോഷിണിക്കാണെ ആ രംഗം കണ്ടു നിൽക്കാൻ വയ്യ. അവൾ ആ ജനൽ കമ്പി വളച്ചോടിച്ച് അതിനകത്തൂടി ഇപ്പോൾ ഓടി വന്ന് ഋതിയെ പിടിച്ച് മാറ്റുവോ എന്നൊരു സംശയം ഇല്ലാതില്ല. ഇനി ഇത് നോക്കി നിൽക്കാൻ പറ്റില്ല. ഐശ്വര്യയുടെ കൺട്രോൾ പോയി. എടീ എന്നും പറഞ്ഞ് അങ്ങോട്ട് ഇന്ന് ഋതിയെ അങ്ങോട്ട് പിടിച്ചു മാറ്റിയിട്ട് എൻ്റെ കൺമുന്നിൽ വെച്ച് നീ എൻ്റെ ഉഡ്ബിയുടെ ദേഹത്ത് തൊടുകോടി, നിന്നെ ഞാൻ എന്നും പറഞ്ഞ ഐശ്വര്യ ഋതിയുടെ നേരെ ഇങ്ങോട്ട് കൈപൊക്കി നമ്മുടെ രാജു ഏയ് എന്നും പറഞ്ഞ് അങ്ങ് സ്റ്റോപ്പ് ചെയ്യിച്ച്. രാധമ്മയുടെയും പ്രിയയുടെയും നല്ല ജീവൻ പോയി ഇങ്ങനെ നിൽക്കുക. ദൈവമേ, രാജു ഇനി എന്തെങ്കിലും പറയുമോ? ഇവൻ തന്നെ ഇനി വിളിച്ച് പറയുമോ ഇവളെൻ്റെ ഭാര്യയാണെന്ന്? രാധമ്മ ശ്വാസം പിടിച്ചിങ്ങനെ നിൽക്കുക. നമ്മുടെ വേണുവട്ടം അവിടെ ഒരു ഉഡ്ബി ഋതികയുടെ ഭർത്താവാടി എൻ്റെ മോൻ. അവിടെ ഭർത്താവിനെ നോട്ട വിട്ടാലുണ്ടല്ലോ ഋതിക നിന്നെ ഒന്നും ചെയ്യാത്തത് തന്നെ നിന്റെ ഭാഗ്യമാണെന്ന് കരുതിക്കോ. പക്ഷേ ദോഷം കേട് പറയരുതല്ലോ. ഇതെല്ലാം നമ്മുടെ വേണുവേട്ടൻ മനസ്സിലാണ് പറയുന്നത്. പുറത്ത് രാധമ്മയുടെ മുന്നിൽ പറയാൻ പേടിയാ. വേണുവേട്ടൻ്റെ മകനാണല്ലോ രാജു. അപ്പം അച്ഛൻ്റെ സ്വഭാവം കാത്തു രക്ഷിക്കണമല്ലോ. നമ്മുടെ രാജുവിനും ഋതിക ഭാര്യയാണെന്ന് പറയാൻ പേടിയാ. രാജു ഐശ്വര്യയോട് പറയാം, ഈ കുട്ടി ചെയ്തതേ അവളുടെ ജോലിയാണ്, ഡിസൈൻ പൂർത്തിയായിട്ടില്ല എന്ന് ഡിസൈനർ പറഞ്ഞതാ. അപ്പം നിങ്ങൾ എന്താ ചെയ്തത്? എല്ലാവരും കൂടി ഇവളെ പരിഹസിച്ചു. അവൾ അവളുടെ ജോലി ചെയ്ത് അതിനെന്തിനാ അവളുടെ നേരെ കയ്യോങ്ങിയത്? ഇതെൻ്റെ കമ്പനിയിലെ സ്റ്റാഫിൽ ഒരാളാ. ഇങ്ങനെയൊന്നും ചെയ്യുന്നത് ഒട്ടും ശരിയല്ല. അതുകൊണ്ടാണ് ഞാൻ തടഞ്ഞത്. അപ്പോഴാ രാധമ്മയ്ക്ക് ശ്വാസം വീണത്. ഓ, രാജു ഇങ്ങനെയാണല്ലോ പറഞ്ഞത്. പെട്ടെന്ന് രാധമ്മ മതി മതി, ഡ്രസ്സിൻ്റെ ഭംഗിയൊക്കെ എല്ലാവരും കണ്ടു കഴിഞ്ഞല്ലോ. വല്ലാത്ത ഒരു ദേഷ്യത്തോടെ രാധമ്മ എടി നീ പോയി വേഷം മാറി വന്നേ ഋതികയോട്. എന്നിട്ട് രാജുവിനോടും പറഞ്ഞു നീയും പോയി വേഷം മാറി വാടാ. എല്ലാം കൊണ്ട് നാണം കെട്ട് വശം കെട്ടി നിൽക്കുന്ന ഐശ്വര്യയോട് രാധമ്മ പറയാം, മോള് വിഷമിക്കണ്ട, രാജുമോൻ്റെ ഒരു വല്ലാത്ത ക്യാരക്ടറാ. പാവപ്പെട്ടവരോടും സർവൻസിനോടൊക്കെ ഒരു പ്രത്യേക മമതയാണേ. ഇത് കേട്ടു നിൽക്കാൻ ത്രാണിയില്ലാത്തതുകൊണ്ട് നമ്മുടെ വേണുവേട്ടൻ എഴുന്നേറ്റങ്ങ് പോയി. രാധമ്മ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടും ഐശ്വര്യ ഒരു കൂളായ ലക്ഷണമില്ല. അത് കണ്ടുകൊണ്ട് പ്രിയ, അതേ ഐശ്വര്യ, ജീവിതത്തിൽ ഞങ്ങൾ കുറേയൊക്കെ ബുദ്ധിമുട്ട് അനുഭവിച്ചവരാണല്ലോ. അതിൻ്റെ ഒരു ചായ്വ് അവൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. എന്ന് വെച്ചാൽ ആ ചായ്വ് ഒന്നും ഞങ്ങൾക്ക് ഇപ്പോഴുമില്ല, എപ്പോഴുമില്ല. അതാണ് പ്രിയയുടെ നിലപാട്. ഇതൊക്കെ ആ ജനലിക്കൂടി നോക്കി നിൽക്കുന്ന രോഷിണിയുടെ അവസ്ഥയൊന്ന് നോക്കിക്കേ. രോഷിണി പറയും, അവിടെ ഒരു കാലഘട്ടത്തിൻ്റെ ഒരു കാര്യം. 2 വർഷം മുമ്പ് വരെ പട്ടിണിയായിരുന്നു. തുറന്നും കൊണ്ട് പറയാൻ വയ്യടി പ്രിയേ നിനക്ക്. ആ ചമ്മലൊക്കെ മനസ്സിൽ വെച്ചോണ്ട് ഐശ്വര്യ പറയാം, ആൻറ്റി എനിക്ക് ആൻറ്റിയുടെ വിഷമം മനസ്സിലാവും. എൻ്റെ അച്ഛൻ്റെ സ്വഭാവം ഇതുപോലെ ഏറെക്കുറെ തന്നെയാണ്. ആൻറ്റി, ഞാൻ ആൻറ്റിയോടൊരു കാര്യം തുറന്ന് ചോദിക്കുന്നതിൽ വിരോധമൊന്നുമില്ലല്ലോ. അയ്യോ, എനിക്ക് എന്ത് വിരോധം? മോളങ്ങോട്ട് ചോദിച്ചോ. രാജുവിൻ്റെ ജീവിതത്തിൽ ഇതിനു മുൻപ് ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നില്ലേ? ആ കുട്ടിയുമായി ഇപ്പോഴും രാജുവിന് എന്തെങ്കിലും അടുപ്പമുണ്ടോ? എടി പൊട്ടിപ്പെണ്ണേ, അടുപ്പമല്ലടി, അതാടി അവൻ്റെ അടുത്ത് നിന്ന പെണ്ണ്. രാധമ്മയുടെ ഒരു നിപ്പ് കാണും. ദൈവമേ, വല്ലാത്ത ഒരവസ്ഥ. അത് കണ്ടുകൊണ്ട് ഐശ്വര്യ ചോദിക്കുന്നു, അല്ല ആൻറ്റി, ആ കുട്ടിയായിട്ട് ഫോണിലോ മറ്റോ വല്ല അടുപ്പമുണ്ടോന്നാണ് ചോദിച്ചത്. രാധമ്മയും പ്രിയയും ഇങ്ങനെ കണ്ണ് തള്ളി നോക്കുന്നുണ്ട്. എന്താ ഇവളോട് പറയേണ്ടത്? ഈ സമയത്ത് ജനലിൻ്റെ അടുത്ത് നിൽക്കുന്ന രോഷിണി മനസ്സിൽ പറയാം, കൊള്ളാം, അടുപ്പം ഉണ്ടോന്നോ രാജുവിന്? അവളാ കൂടെ നിന്നതെന്നങ്ങനെ ഇപ്പം നീ അറിഞ്ഞ ചങ്ക് പൊട്ടി നീ ഇവിടെ കിടന്ന് ചാവുപടി. അല്ലാത്തൊരു ടെൻഷനോടെ ഒന്നും മിണ്ടാൻ വയ്യാതെ രാധമ്മ നിൽക്കുന്ന കണ്ടോണ്ട് ഐശ്വര്യ ചോദിക്കുന്നു, അയ്യോ ആൻറ്റിയുടെ മുഖം എന്താ വല്ലാതായത്? ഞാൻ അങ്ങനെ ചോദിച്ചത് കൊണ്ടാണോ? ആൻറ്റിക്ക് അറിയാവോ, എനിക്ക് രാജുവിനെ ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങളുടെ രണ്ടുപേരുടെ ഇടയിൽ മറ്റൊരു പെൺകുട്ടി കാരണം എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ അതെനിക്ക് സഹിക്കാൻ പറ്റില്ല ആൻറ്റി. അത് സ്വാഭാവികം. ഐശ്വര്യ പറഞ്ഞതിനോട് ഞാൻ ചേരുന്നു. അത് നടുക്കൊരു പെൺകുട്ടി ഉണ്ടെന്നറിയുമ്പോൾ എല്ലാവർക്കും വിഷമം തോന്നും. പക്ഷേ ഈ വിവരം എന്തുകൊണ്ട് രാധമ്മയെ നീ തുറന്നു പറയുന്നില്ല? രാധമ്മയല്ലേ ഇതിനകത്ത് കള്ളി, ആ പെൺകുട്ടി അല്ലല്ലോ. അവൾ അറിഞ്ഞുകൊണ്ട് വന്നതല്ലല്ലോ. അപ്പോൾ രാധമ്മ ഇതിന് ഉത്തരം പറഞ്ഞേ പറ്റൂ.
അതെന്തായാലും കലക്കടി, അത് ഞാൻ പണ്ടേ നിന്നോട് പറയേണ്ട ഡയലോഗായിരുന്നടി എന്നൊക്കെ നമ്മുടെ രോഷിനി അവിടെ നിന്നുകൊണ്ട് പറയുന്നുണ്ട്. എൻ്റെ മോള് ധൈര്യമായിട്ടിരിക്കും, ആൻറ്റിക്ക് മനസ്സിലാവും മോടെ മനസ്സ്. എൻ്റെ രാജുവിന് ആ പെൺകുട്ടിയായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇങ്ങനെ കല്ല് വെച്ച നുണ പറയാവോ രാധമ്മേ? അയ്യോ, അതും പോരാഞ്ഞിട്ടാ പ്രിയയുടെ കള്ളം. അവരെവിടെയാണെന്നോ എങ്ങോട്ടാണോ പോയതെന്നോ ഇതുവരെ ഒന്നും ഞങ്ങൾ അന്വേഷിക്കാൻ പോയിട്ടില്ല. രാജു ഇതൊന്നും തിരക്കാൻ പോയിട്ടില്ല. ഐശ്വര്യക്ക് അറിയാവുന്നല്ലേ രാജുവിൻ്റെ തിരക്ക്. അല്ല, അവൻ ഇതൊക്കെ എവിടെന്നാ ടൈം? ഇപ്പോഴവൻ ഈ മുൻകോപമൊക്കെ കാണിക്കുന്നതേ ഉള്ളൂ. ഐശ്വര്യ അതൊന്നും കാര്യമാക്കണ്ട. ഒരു കള്ളക്കരച്ചിലങ്ങോട്ട് പാസ്സാക്കിക്കൊണ്ട് പ്രിയ, പാവം എൻ്റെ അനിയൻ, ഒരു നാശം പിടിച്ച പെണ്ണ് കാരണം അവൻ എത്രമാത്രം സങ്കടപ്പെട്ടു പോയെന്നറിയാവോ? അമ്മയും മോളും തകർത്ത് അഭിനയിക്കുക. പ്രിയേ മോളെ, നീ കരയാതിരിക്കുക. ഐശ്വര്യ മോളെ, രാജുവിൻ്റെ കാര്യത്തിൽ ഈ ആൻറ്റി അമ്മോ ഉറപ്പ് തന്നിരിക്കുന്നത്. ആ അമ്മയുടെയും മോടെയും അഭിനയം കണ്ടിട്ട് ഐശ്വര്യ പറഞ്ഞു, സോറി ആൻറ്റി, ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞല്ലോ, തുറന്ന് ചോദിച്ചോട്ടെ എന്ന്. റോഷിനി അത് കേട്ടിട്ട് പറയാം, അപ്പം രാജുവിൻ്റെ കയ്യിൽ പുത്തൻ പണമൊന്നും കണ്ടിട്ടല്ല, നിനക്കവനോട് പ്രേമമുണ്ട് അല്ലേടി, ഞാൻ ശരിയാക്കി തരുന്നുണ്ട്. ഐശ്വര്യ എന്നിട്ട് വെളിയിൽ ഇങ്ങനെ വന്ന് നിൽക്കുക. ആ രോഷിനി അങ്ങോട്ട് മാറി നിന്നോട്ട് പറയുന്നുണ്ട്, നീ ഇവിടെ വന്ന് നിൽക്കുവാന്നോ? ആ ഋതികയാണ് അവൻ്റെ ഭാര്യ എന്ന് നീ അറിയും മോളെ. അപ്പോഴീ വീട്ടിലൊരു ലഹള തന്നെ നടക്കും. ഇനി ഞാനത് പറഞ്ഞാൽ രാധമ്മയെങ്ങാണോ അറിഞ്ഞാലോ? അതോർത്ത് പേടിക്കാതിരിക്കുന്നതാ നല്ലത്. അപ്പോൾ അവൾ അവിടെ വന്ന് ആരൊക്കെ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുക. ഇങ്ങനെ പാത്തും പതുങ്ങി നടന്നിട്ട് ഒരു കാര്യമില്ല. സ്ട്രേറ്റ് ദ കമ്മിങ് പോയിന്റ്. നേരെ ചൊവ്വേ പറയാനുള്ളത് പറയുക. അതാണ് ഈ ഐശ്വര്യയുടെ ശരിയായ രീതി. ആ രീതിക്കാണെങ്കിൽ മാത്രം നീ പറയുന്നത് കേൾക്കാൻ ഒരു അവസരം ഞാൻ തരാം. ഐശ്വര്യ അറിയാതെ അവിടെ പുറകെ നിന്നുകൊണ്ട് രോഷിനി ഇതൊക്കെ കേൾക്കുവാണ്. ഈശ്വര, ഇവക്ക് തലയുടെ പിന്നിലും കണ്ണുണ്ടോ? ഞാനേ തുറന്നു പറയാനാ വന്നത്. രോഷിനി പറയുക, നീ ഞാൻ പറയുന്നത് കേട്ട് പ്രശ്നം ഉണ്ടാക്കുമെന്ന് എനിക്കറിയാം. പക്ഷെ ഞാനായത് നിന്നോട് പറഞ്ഞതെന്ന് നീ ആരോടും പറയരുത്. ഇതൊക്കെ രോഷിനി പറയാം. പക്ഷേ ഈ രോഷിനി പറയുന്ന ഒന്നും ഈ ഐശ്വര്യ കേൾക്കുന്നില്ല, പ്രത്യേകിച്ച് രാജുവിൻ്റെ അമ്മയോട്. അപ്പോൾ ഐശ്വര്യ പറയുന്നുണ്ട്, എനിക്ക് 100 കൂട്ടം കാര്യങ്ങളുള്ളതാണ്, വെറുതെ ടൈം ഇങ്ങനെ വേസ്റ്റ് ചെയ്യല്ലേ. പക്ഷേ രോഷിനി വിചാരിച്ചിരിക്കുന്നത് ഇതെല്ലാം രോഷിനിയോടാണെന്ന്. രോഷിനിയോടല്ല, വേറെ ആർക്കോ. അവൾ ഫോൺ കയ്യിലില്ല, വേറെ ഏതോ ഒരു കുന്ത്രാണ്ടം വെച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. ഐശ്വര്യ, ശരിക്കും നീയൊരു പാവ. നിന്നെ ഇവിടെ ഉള്ളവരെല്ലാവരും ചേർന്ന് ചതിക്കുക. അവരുടെ ലക്ഷ്യം നിന്റെ പണവും നിന്റെ അച്ഛൻ്റെ സ്റ്റാറ്റസുവാ. എൻ്റെ ദൈവമേ, എന്തോ ഒരു കോമഡിയാ നടക്കുന്നത്. ഐശ്വര്യ വേറെ ആരോടാ ചോദിക്കുന്നതൊക്കെ? നീ എന്തൊക്കെയായി പറയുന്നത്? അത് കേട്ടോണ്ട് നമ്മുടെ രോഷിനി പറയാം, എൻ്റെ അമ്മയാണ് സത്യം. എനിക്ക് നിന്നോട് നുണ പറഞ്ഞിട്ട് എന്ത് കിട്ടാനാ? നീ ചോദിച്ചില്ലേ രാധമ്മയോട് രാജുവിൻ്റെ ജീവിതത്തിലുണ്ടായിരുന്ന ആ പെണ്ണിൻ്റെ കാര്യം? അതേ നീങ്ങനെ ഐശ്വര്യ പറയും, അവൾ വേറെ എങ്ങും അല്ല, അതാണ്ട് അവൾ ഈ വീട്ടിൽ തന്നെ ഉണ്ട്. ആ പൊട്ടി ഐശ്വര്യ ആരോടോ സംസാരിക്കുക വാട്ട് എന്ന് ചോദിക്കുമ്പോൾ എന്താണ് രോഷിനി പറയാം, സത്യം, ആ ഋതിക അവൻ്റെ ജീവിതത്തിൽ നിന്ന് എങ്ങോട്ടും പോയിട്ടില്ല. നിനക്കറിയാവോ, അവൾ ജോലി ചെയ്യുന്നത് പോലും രാജുവിൻ്റെ ഓഫീസിൽ രാജുവിനോടൊപ്പമാ. നിനക്ക് വേണ്ടി എൻഗേജ്മെൻ്റ് ഡ്രസ്സ് ഡിസൈൻ ചെയ്തില്ലേ, അവളാണ് രാജുവിൻ്റെ ആദ്യ കാമുകി, ആദ്യ ഭാര്യ ഋതിക വർമ്മ. എൻ്റെ പൊന്നോ പൊളിച്ച്. ദാണ്ട രാധമ്മ അങ്ങോട്ട് വന്നു നിന്ന് ഇതെല്ലാം കേൾക്കുന്നുണ്ട്. ആ സ്ഥിരകാല ബോധമില്ലാതെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഐശ്വര്യ പറയാൻ, എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുള്ളൂ. നീ പറഞ്ഞ സത്യമാണെങ്കിൽ ഞാനിത് അച്ഛനോട് പറയും. എന്നിട്ട് എല്ലാത്തിനെയും കഥ ഞാൻ അവസാനിപ്പിക്കും. ജീവിതത്തിൽ ഇനി അവർ ഈ പണി കാണിക്കില്ല. ദൈവമേ, രാധമ്മ നല്ല ജീവൻ പോയി ഇങ്ങനെ നോക്കി നിൽക്കുക. ചീറ്റിംഗ് കേസിലെല്ലാം ജയിലിൽ പോയി കിടന്ന് കമ്പി എണ്ണു. ദാ കിടക്കുന്ന തരികിടതോ. നീ സിനിമാ തിയേറ്ററിലാണോ? അവിടെ നിന്ന് ഇറങ്ങിയിട്ടൊന്ന് വിളിച്ചേ, എന്തോ ഒരു ബഹളവാ കേൾക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഐശ്വര്യ ഇങ്ങോട്ട് തിരിയുമ്പോൾ അവിടെ ചെവിയെന്നൊരു സാധനം ഇങ്ങോട്ട് പൊക്കിയെടുക്കുന്നുണ്ട്. ഇത് കണ്ടോണ്ട് ദാണ്ട രോഷിനിയുടെ സകല പ്രതീക്ഷയും പോയി. ദൈവമേ, ഞാൻ ഇതുവരെ ആരോടായി പറഞ്ഞത്? ഇവളി കുന്ത്രാണ്ടോൻ ചെവി വെച്ചോണ്ട് വേറെ ആരോടാണോ സംസാരിച്ചത്? ഈശ്വര, അപ്പോൾ ഞാൻ പറഞ്ഞു പോകുന്ന ഇവള് കേട്ടില്ലേ? ഇത് രാധമ്മയ്ക്ക് മനസ്സിലായി. രാധമ്മ ദേഷ്യത്തോടെ വെച്ച് പിടിച്ച് വരുന്നുണ്ട് അങ്ങോട്ട്. എന്താ ആൻറ്റി, നിങ്ങൾ രണ്ടുകൂടെ എന്നെ വിളിക്കാമെന്നാന്നോ? അതേ മോളെ വിളിക്കാമെന്നതാ. മോൾ ആർക്കോ കോള് ചെയ്യുമായിരുന്നല്ലോ. അയ്യോ സോറി ആൻറ്റി, എൻ്റെ ഒരു ഫ്രണ്ടേ ഒരു പ്രശ്നത്തിൽ ചെന്ന് പെട്ടു, അതുകൊണ്ട് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. സാരമില്ല മോള് സംസാരിച്ചിട്ട് കുറച്ച് കഴിഞ്ഞ് വന്നാൽ മതി. എനിക്കൊരു ചെറിയ ജോലിയുണ്ട്, അത് ഞാൻ ഈ രോഷിനി മോളെ കൊണ്ടത് ചെയ്യിപ്പിച്ചിട്ട് വരാവേ എന്നും പറഞ്ഞ് രോഷിനിയെയും വിളിച്ചുകൊണ്ട് പോവുക. രോഷിനി ഇങ്ങോട്ട് വന്ന്, ഇല്ല രാധമ്മ, ഞാനിവിടെ നിന്നോട് വരാനല്ലേ പറഞ്ഞ് എന്നും പറഞ്ഞ് രോഷിനിയെ കൈക്ക് പിടിച്ച് ബലമായിട്ട് കൊണ്ടുപോവാണ് രാധമ്മ. വാടി ഇങ്ങോട്ട്. നിന്താടി നിന്റെ ഉദ്ദേശം? നീ എന്തിനാടി ഐശ്വര്യ എടുത്ത് ഋതിയെക്കുറിച്ച് സംസാരിച്ചത്? എന്താടി നോക്കി നിൽക്കുന്നത്? എന്താണ് നിന്റെ മനസ്സിലെ ഉദ്ദേശമെന്ന് നീ മര്യാദയ്ക്ക് പറഞ്ഞോടി. അത് പിന്നെ രാധമ്മ, എന്താടി ഇപ്പം നിന്റെ നാവിൻ്റെ നീളം അങ്ങ് കുറഞ്ഞോ?
എങ്ങനെങ്കിലും ആ ഹൃതിയെ ഒഴിവാക്കാനും രാജുവും ഹൃതിയായിട്ട് എങ്ങനെങ്കിലും കാണാതിരിക്കാനുള്ള പെടാപ്പാട് ഞാൻ പെട്ടോണ്ടിരിക്കുമ്പോൾ നീ ചെന്ന ഐശ്വര്യയുടെ ചെവിൽ വേദം ഓതിക്കൊണ്ടിരിക്കുന്നു. നീ പറഞ്ഞിരുന്നത് എന്തെങ്കിലും ആ കുട്ടി കേട്ടിരുന്നെങ്കിൽ നടക്കാൻ പോകുന്ന വിവാഹം തന്നെ മുടങ്ങില്ലായിരുന്നോ? ഇനി ഈ പെണ്ണുമ്പിളയെടുത്ത് സമാധാനത്തെ നിന്നിട്ട് കാര്യമില്ലെന്ന് മനസ്സിലാക്കി രോഷിണി അതെ മുടങ്ങാൻ തന്നെയാണ് ഞാൻ ഐശ്വര്യയോട് കാര്യങ്ങൾ ഹൃതിയെക്കുറിച്ച് പറയാൻ തുടങ്ങിയത്. ഈ വിവാഹം മുടക്കിയിട്ട് നിനക്ക് എന്ത് ലാഭമാണ് കിട്ടുന്നത്? എൻ്റെ മോൻ നിൻ്റെ അച്ഛനേക്കാളും വലിയ കോടീശ്വരനായതിൻ്റെ അസൂയാണോടി? അതോ ഇനി നീ ആ ഹൃദയയ്ക്ക് സപ്പോർട്ട് നിൽക്കുവാണോ? അതൊന്നുമല്ല, എനിക്ക് രാജുവിനെ ഇഷ്ടമാണ്. അച്ഛൻ രാജുവിനെ കുറിച്ച് പറയുന്ന കേട്ട് എനിക്ക് രാജുവിനോട് ആരാധനയായിരുന്നു. പിന്നെ എപ്പോഴോ ആരാധന ഒരു പ്രണയമായിട്ട് മാറി. എങ്കിൽ പിന്നെ ഇത് എന്നോടോ നിൻ്റെ അച്ഛനോടോ എന്ന് പറഞ്ഞ് തൊലയ്ക്കാൻ വയ്യായിരുന്നോടി. അതിന് എനിക്ക് ആരാ രാധമ്മ സമയം തന്നത്? രാജു അങ്ങോട്ട് വന്നിറങ്ങിയപ്പോഴേ രാധമ്മ ഇങ്ങനെ ധൃതി പിടിച്ച് രാജുവിൻ്റെ വിവാഹം ഉറപ്പിക്കുമെന്ന് ഞാൻ അറിഞ്ഞോ? ഒരു മാരണത്തിനെ എങ്ങനെ തലേന്ന് ഒഴിച്ചുവിടുന്നതെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അടുത്ത മാരണം വന്നേക്കുന്നത്. എന്താ രാധമ്മ ഒന്നും മിണ്ടാത്തത്? രാജുവിന് എൻ്റെ അച്ഛൻ ജോലി കൊടുത്ത് സഹായിച്ചതുകൊണ്ടല്ലേ രാജു ഇന്ന് ഈ നിലയിലായത്? അപ്പോൾ രാജുവിനെ സഹായിച്ച ആ അച്ഛൻ്റെ മകൾ രാജുവിനെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നത് തെറ്റാണോ? ആഹാ, അത് കൊള്ളാലോ. മോളെ രോഷിണി, നിന്റെ അച്ഛൻ്റെ കമ്പനിയിൽ ഇതുവരെ എത്ര പേര് ജോലി ചെയ്തിട്ടുണ്ടാകും? എന്നിട്ട് അവരൊക്കെ എന്താ എൻ്റെ മകൻ്റെ നിലയിലെങ്ങാണ് എത്തിയോ? എന്തിനാ നിന്റെ ചേട്ടൻ പോലും നിന്റെ അച്ഛൻ എൻ്റെ മകനെ സഹായിച്ചതിൻ്റെ പേരില ഇവിടെ നടക്കുന്ന ബിസിനസ്സിനകത്ത് ഒരു പാർട്ട്ണറായിട്ട് നിൽക്കുന്നത്. പെട്ടെന്ന് തലമണ്ടയിൽ രാധമ്മയ്ക്കൊരു വക്രബുദ്ധി ഉദിക്കുന്നുണ്ട്. എന്തായാലും ഇവളെ പിണക്കി വിടണ്ട. പിണക്കി വിട്ടാൽ ഇവൾ ഈ വിവാഹം എങ്ങനെങ്കിലും മുടക്കും. അതുപോലെ തന്നെ രോഷിണിയും മനസ്സിൽ വിചാരിക്കുന്നത് ഈ തള്ള ഞാൻ വിചാരിച്ചതിനേക്കാളും വലിയ താപ്പാനയാ. അയ്യോ മോളെ രോഷിണി, രാധമ്മ മോളോട് ദേഷ്യപ്പെട്ടതോർത്ത് മോള് വിഷമിക്കണ്ട. മോള് തന്നെ പറ, ഞാൻ ഇനി എന്താ ചെയ്യണ്ടേ? മോളെ എനിക്കിഷ്ടവാ. മോളുടെ അച്ഛൻ വലിയ ആള് തന്നെയാ. മോളുടെ അച്ഛനാണ് രാജുവിനെ ഈ നിലയിൽ എത്തിച്ചത്. പക്ഷെ മോളൊന്ന് ആലോചിച്ച് നോക്കിയേ, സെൻട്രൽ മിനിസ്റ്ററുടെ മോളാണ് ഐശ്വര്യ. അവളെങ്ങാനും ഞങ്ങളുടെ കുടുംബത്തിന്റെ നേരെ തിരിഞ്ഞാൽ പിന്നെ ഞങ്ങളുടെ ഭാവി എന്താവും? തള്ള കൊള്ളാലോ, സെന്റിമെന്റ്സ് പിടിക്കുവാണല്ലോ. തൽക്കാലം അതേ രീതിയിൽ തന്നെ നിൽക്കാം എന്ന് രോഷിണിയും മനസ്സിൽ പറയുന്നു. അങ്ങനെ ഒന്നും രാധമ്മ ഇനി ചിന്തിക്കേണ്ട. രാജുവിനെ ഒരുപാട് ഇഷ്ടപ്പെട്ടു പോയതുകൊണ്ട് സംഭവിച്ചു പോയൊരബദ്ധം എൻ്റെ മനസ്സിനെ പതിയെ പറഞ്ഞ് ഞാനങ്ങ് മാറ്റിക്കോളാൻ രാധമ്മേ. രാജുവിനും രാജുവിൻ്റെ കുടുംബത്തിനും എൻ്റെ ഭാഗത്തുനിന്ന് ദോഷമുണ്ടാകുന്ന ഒന്നും ഞാൻ ചെയ്യില്ല. രാധമ്മ നല്ല ഒന്നാന്തരം പെർഫോമൻസ് അങ്ങോട്ട് കാഴ്ചയോ കരഞ്ഞുകൊണ്ട് മോളുടെ അച്ഛൻ്റെ കൈരാശി കൊണ്ടായിരുന്നു എൻ്റെ മോൻ്റെ തുടക്കം. അത് മോളായിട്ട് ഇല്ലാതാക്കില്ലെന്ന് ഞാൻ വിശ്വസിച്ചോട്ടെ. വിശ്വസിക്കാൻ രാധമ്മേ, ഇനി എൻ്റെ ഭാഗത്തുനിന്ന് ഒരു തെറ്റും ഉണ്ടാവില്ല. രോഷിണിയെ വലയെ വീഴ്ത്തിയെന്നുള്ള ഒരു സന്തോഷം. രാജുവിന് വേണ്ടിയും രാജുവിൻ്റെ കുടുംബത്തിന് വേണ്ടിയും ഹൃതിയുടെ കാര്യത്തിൽ എൻ്റെ ഒരു പ്രത്യേക ശ്രദ്ധയും ഉണ്ടായിരിക്കും. അത് വിശ്വസിച്ച് രാധമ്മ ശരി മോളെ എന്ന് പറഞ്ഞു. നല്ല വിഷപ്പാമ്പിനെയാ നോവിച്ച് വിട്ടിരിക്കുന്നു. അവൾ ഇതൊക്കെ കലക്കി കൈ തരും രാധമ്മേ. രാധമ്മയ്ക്ക് എന്നിട്ട് ഒരു സംശയം, ഇവളെ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ വിശ്വനാഥൻ്റെ മകളായോണ്ട് കഴിച്ചിട്ട് തുപ്പാനും വയ്യ, മതിരിച്ചിട്ട് ഇറക്കാനും വയ്യ. ആ രോഷിണി മനസ്സിൽ പറയാം, നല്ലൊരു അവസരം മിസ്സാക്കിയെന്ന് മാത്രമല്ല ആ രാജുവിൻ്റെ അമ്മയെല്ലാം മനസ്സിലാക്കുകയും ചെയ്തു. ഹോളിൽ എല്ലാവരും കൂടി ഇരിക്കുവാണ്. രാധമ്മ, രാജു, വേണുവേട്ടൻ, പ്രിയ, പിന്നെ നമ്മുടെ ഐശ്വര്യ പറയാം, ആൻറ്റി ആ ഡിസൈനർ പെണ്ണിനെ കാണുമ്പോൾ എന്തോ എനിക്കൊരു നെഗറ്റീവ് ഫീൽ ചെയ്യുന്നു. എനിക്കങ്ങനെ എന്തെങ്കിലും നെഗറ്റീവായിട്ട് തോന്നിയാൽ അത് പിന്നെ വൈകാതെ തന്നെ എന്തെങ്കിലും ഒരു വലിയ പ്രശ്നമായിട്ടാണ് വരാറുള്ളത്. ആ ഡിസൈനറെ ഇനി നമ്മുടെ കമ്പനിയിൽ തുടരണ്ട എന്നെനിക്കൊരു തോന്നൽ. ആ ജോലിയെ ആശ്രയിച്ച് കഴിയുന്നവളാണെങ്കിൽ ഞാൻ തന്നെ അവളെ മറ്റേതെങ്കിലും ഒരു കമ്പനിയിൽ ജോലി മേടിച്ച് കൊടുക്കാം. വേണമെങ്കിൽ നമ്മുടെ കമ്പനിയിൽ കൊടുക്കുന്നതിനേക്കാൾ ഇരട്ടി സാലറിയും മേടിച്ച് കൊടുക്കാം. എന്തോ പറയുന്ന രാധമ്മ ഇപ്പം. പ്രിയയുടെ മിണ്ടാട്ടം എന്താ മുട്ടിപ്പോയോ? അവൾ ഇനി നമ്മുടെ കമ്പനിയിൽ വേണ്ട രാധമ്മ. പെട്ടെന്ന് നമ്മുടെ രാജു, സോറി ഐശ്വര്യ, അത് സാധ്യമല്ല. എൻ്റെ കമ്പനിയിൽ ജോലിയിൽ പ്രവേശിക്കുന്ന ഒരു കാര്യം വളരെ പ്രയാസമുള്ളതാണ്. അതുപോലെ തന്നെയാ ജോലിയിൽ നിന്നും പുറത്ത് കടക്കുന്നതും. രണ്ടിലും ഒരുപാട് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ട്. അയ്യോ രാജു, ഈ കണ്ടീഷൻസ് ഒക്കെ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നതല്ലേ? ആരെക്കുറിച്ച് ആരോടാ ഈ ഐശ്വര്യ പറയുന്നത്? രാജു പറയുക, ഒരിക്കലുമല്ല. കമ്പനി എംപ്ലോയീസുമായിട്ട് ചിട്ടപ്പെടുത്തി ഉണ്ടാക്കിയ മ്യൂച്വൽ അഗ്രിമെൻറ്റ്സ് ആണിത്. പെട്ടെന്നൊരു സാഹചര്യത്തിൽ ഒരു കാരണവുമില്ലാതെ ഒരു എംപ്ലോയിയെ ടെർമിനേറ്റ് ചെയ്താൽ പിന്നെ അതിനെ ആരെങ്കിലും ചോദ്യം ചെയ്താൽ അതിനൊക്കെ ആൻസർ പറയേണ്ടത് ഈ ഞാനാ. അങ്ങനെ ഒരു കാര്യമില്ലാതെ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കേണ്ട കാര്യം ഉണ്ടോ? രാധമ്മയ്ക്കും പ്രിയയ്ക്കും അറിയാം രാജുവിന് ഹൃതിയെ അവിടുന്ന് പറഞ്ഞു വിടാൻ വയ്യ. വേണുവേട്ടൻ്റെ കാര്യം പറയേണ്ട കാര്യമില്ലല്ലോ. അത്രയും പറഞ്ഞിട്ട് രാജു എഴുന്നേറ്റങ്ങ് പോയി. വീണ്ടും ഐശ്വര്യ ചമ്മി നാണിച്ചിരിക്കുന്നു.
പെട്ടെന്ന് രാധമ്മ, മോളെ ആൻറ്റി മോളോടെ പോവാ, രാജുവിന് കൂടെ ജോലി ചെയ്യുന്നവരുടെ അല്പം സ്നേഹമുണ്ട്, അതുകൊണ്ട് ആ പെണ്ണിനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടാൻ രാജു സമ്മതിക്കാത്തത്. ഏതോ പട്ടിണിയും പരിവട്ടമുള്ള കുടുംബത്തിലെയാ, അവരുടെ ഏക വരുമാനം ഈ പെണ്ണ. എൻ്റെ രാധമ്മേ, എങ്ങനെ നിന്റെ നാവ് വളച്ചിങ്ങനൊക്കെ പറയാൻ തോന്നുന്നു. പക്ഷേ അവളെയോ നമ്മുടെ ഓഫീസിൽ നിന്ന് പുകച്ച് പുറത്ത് ചാടിക്കുന്ന പണി ഈ ആൻറ്റി ഏറ്റ്. വേണുവേട്ടൻ ഇതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. ഐശ്വര്യയ്ക്ക് വീണ്ടും സംശയം. എന്നാലും ആൻറ്റി, ആഫ്റ്റർ ഓൾ ഒരു എംപ്ലോയിക്ക് വേണ്ടി രാജു എന്തിനാ എന്നോട് ഈ കടുംപിടുത്തം പിടിക്കുന്നേ? ആ ചോദ്യം കറക്റ്റാണ് ഐശ്വര്യ. നിനക്ക് ബുദ്ധി ഉണ്ടെങ്കിൽ അതിൻ്റെ പുറകെ പോയി നീ കണ്ടുപിടിക്കടി. നമ്മുടെ ഒരു വേണുവേട്ടൻ ചാടിക്കേറി പറയുക, അവൻ അങ്ങനെയാ മോളെ, ആത്മാർത്ഥതയുള്ളവരോടൊപ്പം അവൻ എന്നും കാണും. അവർക്ക് വേണ്ടി ഏതറ്റം വരെ അവൻ പോവുകയും ചെയ്യും. അമ്മയ്ക്കും മൂക്കും തീരെ സൂഹിക്കുന്നില്ല. വേണുവേട്ടനെ ഒരു വല്ലാത്ത നോട്ടൻ രാധമ്മ. അവൻ്റെ സ്വഭാവം ഒരിക്കലും മാറില്ല. മാറ്റാൻ ശ്രമിച്ചാലോ? ശ്രമിക്കുന്നവരുടെ സമയം പിന്നെ പാഴാകത്തതേ ഉള്ളൂ എന്നൊക്കെ വേണുവേട്ടൻ അർത്ഥം വെച്ച് രാധമ്മയെ നോക്കി പറയുന്നുണ്ട്. മോള് വിഷമിക്കണ്ട, ആൻറ്റി പറഞ്ഞതല്ലേ, മോളുടെ ഏതാഗ്രഹത്തിനും ഈ ആൻറ്റി കൂടെ ഉണ്ടാകും. വേണുവേട്ടൻ്റെ മുന്നിൽ പഞ്ചപുച്ഛം അടച്ച് വേണുവേട്ടാന്നും പറഞ്ഞ് വിളിച്ചോണ്ട് നടന്ന രാധമ്മ ഇപ്പം വേണുവേട്ടനെ നോക്കുന്ന ഒരു നോട്ടം, അപ്പാ ഭയങ്കരം തന്നെ. ഇത്രയ്ക്ക് മോശമാകരുത് പെണ്ണുമ്പിള്ളേ നിങ്ങൾ. എൻ്റെ പൊന്നോ, ഇപ്പോഴും ആ രോഷിണി പോയിട്ടില്ല. അവിടെ എവിടെയോ അവൾ മറിഞ്ഞു നിൽക്കുമായിരുന്നു. ഇതാണ്ട് നമ്മുടെ ഋതിക അങ്ങോട്ട് വരുമ്പോൾ, ഹലോ ഡിസൈനർ മേഡം അവിടെ നിന്ന് നിന്നേ. ഋതിക നല്ല ധൈര്യത്തോടെ ചോദിക്കും, എന്താ ഡിസൈനർ മേഡം ഇങ്ങനെ ചെയ്യുന്ന? രോഷിണിയുടെ ചോദ്യവാ. പഴയ കാമുകന്റെ വിവാഹമാണ് നടക്കാൻ പോകുന്നെന്നുള്ള ഒരു വിഷമമൊന്നും ഈ മുഖത്ത് കാണുന്നില്ലല്ലോ, എന്തു പറ്റി? അപ്പോൾ നമ്മുടെ ഋതികയുടെ ഒരു ധൈര്യം. എല്ലാവരും കാണുന്ന കിനാവുകളൊക്കെ നടക്കണമെന്നില്ലല്ലോ രോഷിണി. അത് രോഷിണി കിട്ടിയ ഒരു തട്ടാണ്. രോഷിണി മേഡത്തിന്റെ മനസ്സിലും ഉണ്ട് ചില ആഗ്രഹങ്ങൾ, അല്ലേ? അത് ചിലപ്പോൾ നടക്കാം, പിന്നെ വേണമെങ്കിൽ നടക്കാതെയും പോകാം. നടക്കാതെ പോകാനാ ചാൻസ് കൂടുതൽ. പറഞ്ഞത് കേട്ടല്ലോ. അതൊക്കെ നമുക്ക് കണ്ടറിയാൻ ഋതിയെ, നിനക്കറിയാം. പക്ഷെ നീ മറന്നു പോകുന്ന ഒരു കാര്യമുണ്ട്. നീ രാജുവിന്റെ പിന്നാലെ ഇങ്ങനെ കറങ്ങി നടക്കുന്നത് ആർക്കും ഇഷ്ടമല്ല, പ്രത്യേകിച്ചും രാജുവിന്റെ വീട്ടുകാർക്ക്. രാജു ഈ സമയം വാൾക്കണി വന്നു നിന്നുകൊണ്ട് ഋതിയെയും രോഷിണിയും സംസാരിക്കുന്ന കേൾക്കുന്നുണ്ട്. നിന്റെ ഈ ലെവലൊക്കെ വെച്ചിട്ട് ഒരിക്കലും രാജുവിന്റെ വീട്ടുകാർ നിന്നെ അക്സെപ്റ്റ് ചെയ്യില്ല. അതുകൊണ്ട് നീയും രാജു ഒരിക്കലും ഒന്നിക്കാനേ പോകുന്നില്ല. ഒരു കളിയാക്കലും ഒരു പുഞ്ചിരിയോടെ നമ്മുടെ ഋതിക പറയാം, രോഷിണി മേഡത്തിന് അറിയാമെങ്കിലും മേഡം മറന്നുപോകുന്ന ഒരു കാര്യമുണ്ട്. അത് ഞാൻ പറഞ്ഞു തരട്ടെ. ആത്മാർത്ഥമായി പ്രണയിക്കുന്നവരുടെ ഇടയിൽ ഒരു മാജിക് ഉണ്ട്. എത്ര അകന്ന് കഴിഞ്ഞാലും അവരുടെ മനസ്സുകൾക്കിടയിൽ അകലം ഉണ്ടാവുകയേയില്ല. രാജുവും ഞാനും 2 വർഷക്കാലം പരസ്പരം വേർപിരിഞ്ഞു നിന്നു. ഞങ്ങൾക്ക് തമ്മിൽ കാണാനും കഴിഞ്ഞില്ല, സംസാരിക്കാനും കഴിഞ്ഞില്ല. പക്ഷെ അതിനർത്ഥം എന്നേക്കുമായി ഞങ്ങൾ പരസ്പരം അകന്നു എന്നല്ല. ഞങ്ങൾ രണ്ടുപേരും ചിന്തിക്കുന്നത് ഒരേ രീതിയിലാണ്. ഞങ്ങളുടെ മനസ്സുകൾ എപ്പോഴും പരസ്പരം സംസാരിച്ചു കൊണ്ടേയിരിക്കും. ഇതൊക്കെ രാജുവിന് കേൾക്കുമ്പോൾ നല്ല സന്തോഷം തോന്നുന്നുണ്ട്. പിന്നെ ഞങ്ങൾ എങ്ങനെ പിരിയും രോഷിണി മേഡം? ഈ ഋതികയിൽ നിന്നും രാജു ഒരിക്കലും അകലില്ല. അതിന്റെ കാരണം എന്താണെന്ന് അറിയില്ലേ രോഷിണി മേഡം? രാജു എൻ്റെ കഴുത്തിൽ മിന്നു ചാർത്തി എൻ്റെ ഭർത്താവാ. ഈ ഋതികയുടെ അവസാന ശ്വാസം വരെ ഈ ഹൃദയത്തിൽ എൻ്റെ രാജു ഉണ്ടാകും. എൻ്റെ ജീവനാ രാജു. ഇതൊക്കെ കേൾക്കുമ്പോൾ രാജു വളരെ സന്തോഷത്തോടെ അഭിമാനത്തോടെ ഇങ്ങനെ നോക്കി നിൽക്കുവാണ്. പക്ഷേ ഇതൊക്കെ ആരോടാ ഋതിക പറയുന്നത്? വെട്ടാൻ പോകുന്ന പോത്തിനോട് വേദം ഓതിയിട്ട് വല്ല കാര്യമുണ്ടോ ഋതിക? ഈ രോഷിണിക്ക് അങ്ങനെ വല്ല മനസ്സലിവോ ആത്മാർത്ഥതയോ എന്തെങ്കിലും അവൾക്കുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ അവൾ നിനക്ക് വേണ്ടി പാടുപെടും. നിന്നെയും രാജുവിനെയും കൂട്ടിച്ചേർക്കാൻ അവൾ ശ്രമിക്കും. അങ്ങനെ ഉണ്ടാകാൻ യാതൊരു മാർഗവും ഇവിടെ ലക്ഷണം വെച്ച് നോക്കുമ്പോൾ ഉണ്ടാകാൻ സാധ്യതയില്ല. ഇനി എന്തെങ്കിലും ഉണ്ടായാൽ നല്ലത്. അപ്പോഴിനി എന്താണ് ഇനി ഐശ്വര്യയുടെ ഭാവി? ഐശ്വര്യയോട് എങ്ങനെയെങ്കിലും രോഷിണി കഥകൾ അറിയിക്കുമോ? അതോ ഐശ്വര്യ തന്നെ സംശയം തോന്നി സത്യങ്ങൾ തിരിച്ചറിയുമോ? അപ്പോൾ ഫ്രണ്ട്സ്, അവൾ തന്നെ രാധമ്മയും കുടുംബത്തെയും ചീറ്റിംഗ് കേസിൽ കൊടുക്കുമോ എന്നൊക്കെ അറിയാൻ നമുക്ക് നാളത്തെ റിവ്യൂ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.